എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മളെ വീഡിയോസിൻ്റെ അണ്ടറിൽ വന്ന കമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മറുപടി തരുന്നത് കേട്ടോ. അപ്പോൾ അതായത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിലേക്ക് ഓട്ടോ മെക്കാനിക് അല്ലെങ്കിൽ ഓട്ടോ ടെക്നീഷ്യനായിട്ട് ജോലി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള വഴി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ട്രേഡ് ഒക്യുപ്പേഷൻസിന് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിയർ ആവണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഓട്ടോ മെക്കാനിക് ആണെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ നാട്ടിൽ ITI ക്വാളിഫിക്കേഷൻ വേണ്ടി വരും, അതിനുശേഷം കുറച്ച് വർഷം എക്സ്പീരിയൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ പോലുള്ള ക്വാളിഫിക്കേഷൻസ്, പോളി ഡിപ്ലോമകൾ വേണ്ടി വരും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ TRA ട്രേഡ് റെക്കഗ്നൈസേഷൻ അതോറിറ്റി എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ട്. ഈ TRA വഴി നിങ്ങൾക്ക് ഓട്ടോ മെക്കാനിക്കായിട്ട് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാം. ഈ സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന ഒക്യുപ്പേഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിനുള്ള ഒരു മിനിമം ലെവൽ സ്കില്ലുണ്ട് എന്നവർ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പം ഇൻ്റർവ്യൂ ഉണ്ടാവാം, ടെക്നിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവാം, ട്രേഡ് ടെസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ ടെസ്റ്റുകൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വർക്ക് വിസയ്ക്കും ഇവിടെ മൈഗ്രേഷനും റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അത് എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചൊരു IELTS ടെസ്റ്റും ക്ലിയർ ആകേണ്ടി വരും. അതായത് നിങ്ങളിപ്പം വർക്ക് വിസയ്ക്കാണെങ്കിലും PR ആണെങ്കിലും IELTS ടെസ്റ്റ് നിർബന്ധമാണ്. അപ്പോൾ മെക്കാനിക്കല്ലേ, എനിക്ക് IELTS ടെസ്റ്റ് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കരുത്, അത് ഇവിടുത്തെ റിക്വയർമെൻ്റാണ്. ആ റിക്വയർമെൻറ്റിനോട് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലിക്കോ മൈഗ്രേഷനോ നോക്കാം. അപ്പോൾ ജോലി നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റാണ് www.seek.com.au. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയ വൈഡ് നമുക്ക് ജോലി നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഓട്ടോ മെക്കാനിക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ വരും. അപ്പം ഈ ജോലികളെല്ലാം സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ജോലികളോ അല്ലെങ്കിൽ വർക്ക് വിസ കൊടുക്കുന്ന ജോലികളോ ആവണം എന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോ മെക്കാനിക് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഓട്ടോ മെക്കാനിക് വർക്ക് വിസ അല്ലെങ്കിൽ ഓട്ടോ മെക്കാനിക് വിസ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞാൻ സീക്കിൽ ഇന്നലെ സെർച്ച് ചെയ്തപ്പോഴും ഓട്ടോ മെക്കാനിക്ക് വിസ കൊടുക്കുന്ന ജോലികളുണ്ട്. അപ്പോൾ ഈ ഒരു ജോലികൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ മേജർ കമ്പനികളുടെ ഡീലർഷിപ്സ് എല്ലാം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പോൺസർ ചെയ്യുന്നുണ്ട് മെക്കാനിക്കുകളെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഏറ്റവും ബെസ്റ്റ് ഇപ്പം GCC എക്സ്പീരിയൻസുള്ള മെക്കാനിക്കുകൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. GCCന്നൊക്കെ മിത്സുബിഷിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നിസാനിൽ ആളുകൾ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഈവൻ മെഴ്സിഡീസ് ബെൻസിൽ വരെ ആളുകളെ GCCന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റ് വേണം. അല്ലാതെ ഞാൻ മെക്കാനിക്കാണ്, അതിനകത്ത് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, ഞാൻ വർക്ക് എക്സ്പീരിയൻസ് വഴി പഠിച്ചെടുത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കിട്ടില്ല. ITI ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷനും അതിൻ്റെ കൂടെ എക്സ്പീരിയൻസും സ്കിൽ ടെസ്റ്റുകളും എല്ലാം ക്ലിയർ ചെയ്ത് IELTS ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ മെക്കാനിക്കുകൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാനോ അല്ലെങ്കിൽ വർക്ക് വിസയ്ക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ജോലി അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സീക്കിലൂടെ മെക്കാനിക് ജോലികൾ നോക്കി അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക. അപ്പോൾ പല ജോലികൾക്കും സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്യും എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സാധ്യതയുണ്ട്. ഓക്കെ, ഈ സീക്കിൽ വരുന്ന ജോലികൾ മിക്കവാറും ഫേക്ക് ജോലികളല്ല. ഇവിടെ അത് ചെറിയൊരു വെരിഫിക്കേഷനൊക്കെ നടത്തിയിട്ടാണ് അവർ എംപ്ലോയേഴ്സിനെ അവർ ജോബ് പോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ആരെങ്കിലുമൊക്കെ പൈസ വേണം നിങ്ങൾക്ക് ഈ ജോലി തരാം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ജെനുവിനിറ്റി ഇവിടെയുള്ള ആരെയെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം എന്നെ ഞാൻ പറയുന്നില്ല, എനിക്ക് എല്ലാവരും ഒന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇവിടെ ഉള്ള പരിചയക്കാരോ ആരെങ്കിലും പേഴ്സണലി ഇതൊന്ന് അന്വേഷിപ്പിക്കുക, ഇങ്ങനൊരു ജോബ് ഉണ്ടോ, ഇങ്ങനൊരു എംപ്ലോയർ ഉണ്ടോ. കാരണം ജെനുവിനിറ്റി ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം. യൂഷ്വലി സീക്കിൽ വലിയ പ്രോബ്ലം ഇല്ല, പക്ഷേ എങ്കിലും നമ്മൾ ടു ബി ഓൺ സേഫർ സൈഡ് നമ്മൾ അത് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം മെക്കാനിക്കുകൾക്ക് അല്ലെങ്കിൽ ഈ സ്കിൽ ട്രേഡുകൾക്കൊക്കെ ജോലി കിട്ടുക. അതേപോലെ തന്നെ കാർപ്പൻറ്റേഴ്സ് അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ട്രേഡ് ടെസ്റ്റുകളും ഇംഗ്ലീഷ് ടെസ്റ്റും ഒക്കെ ക്ലിയർ ആവണം. കാരണം ചിലർ ചോദിക്കും, ഞാനൊരു ബിൽഡറാണ് അല്ലെങ്കിൽ പ്ലംബറാണ്, എന്തിനാണ് എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയെല്ലാം നമ്മളെ നാട്ടിലെ പോലെയല്ല, ഇവിടെയെല്ലാം ബിൽഡിംഗ് കോഡ്സും സ്റ്റാൻഡേർഡ്സും ഉണ്ട്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ച് മാത്രമേ ഇവിടെ കാര്യങ്ങൾ പണി കഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഒരു മെക്കാനിക്കലും അവർ കോംപ്ലൈൻ്റ് ആവേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങളോട് വന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം ഒരു പ്ലംബറിനോട് ഒരു കാര്യം എഞ്ചിനീയറോ സർവേയറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള ഇംഗ്ലീഷ് ഇല്ലാതെ പറ്റില്ല. അല്ലാതെ പണി ചെയ്യുക എന്നത് മാത്രമല്ല, ഫിസിക്കൽ ജോലികൾ മാത്രമല്ല, ഇവിടെ
കോംപ്ലയൻസും സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതല്ലാത്ത കുറേ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷനും ഒക്കെ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് ഇവരുടെ ഇമിഗ്രേഷൻ സമയത്ത് ഇംഗ്ലീഷ് ടെസ്റ്റും കോമ്പിറ്റൻസിയും മാൻഡേറ്ററി റിക്വയർമെൻ്റായിട്ട് ഇവർ വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെയാണ് ട്രേഡുകളും മെക്കാനിക്ക് അങ്ങനെയുള്ള ജോലികൾക്ക് ഇവിടെ ജോലി അന്വേഷിക്കേണ്ടത്. ഈവൻ ഷെഫ്, കുക്ക് അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടും. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം സ്കിൽ അസസ്മെൻറ്റ് ക്ലിയർ ആവുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള ജോലികൾക്ക് അത് മാൻഡേറ്ററി, ട്രേഡ് ജോലികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികൾക്ക് ഇത് റിക്വയർമെൻറ്റ് ഈ ഒരു റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.